നമ്മുടെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ആരെയും മൂഢന്മാർ എന്ന് വിളിക്കരുതെന്ന്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മത്തായി 5:22. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ ബഹുമാനത്തോടെ വീക്ഷിക്കണമെന്നും യേശു കർത്താവ് പറഞ്ഞു. കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകുകയും നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നും മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്നും യേശു പറയുന്നു. നാം കരുതുന്നത് വ്യഭിചാരം, കൊലപാതകം, മോഷണം എന്നിവയാണ് വലിയ കുറ്റങ്ങൾ എന്നാണ്. യേശു പറയുന്നു, ഒരുവനെ മൂഢ എന്ന് വിളിച്ചാൽ അത് അഗ്നിനരകത്തിന് യോഗ്യനാകുന്ന പാപമാണെന്നാണ്. ദൈവം മൂഢ എന്ന് വിളിച്ച ചില മനുഷ്യരെ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വചനത്തിൽ ദൈവം മൂഢനെന്ന് ഒരുവനെ വിളിച്ചാൽ അവൻ സാക്ഷാൽ മൂഢൻ തന്നെയാണ്. പലതരത്തിലുള്ള മൂഢന്മാരുണ്ട്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. സഭാപ്രസംഗി 5:4. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. സങ്കീർത്തനം 49:10. വചനം ചൂണ്ടിക്കാണിക്കുന്ന ഏതാനും ചില മൂഢന്മാരെ തിരുവെഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. 14-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം. ദൈവമില്ല എന്ന് പറയുന്നവൻ നശിച്ചു പോകും. അവൻ മൂഢനാണ്. അവന് ജീവനുണ്ടെന്ന പേരുണ്ടെങ്കിലും അവൻ മരിച്ചവനാണ്. അവൻ എന്നേക്കുമായി നശിച്ചു പോകുന്നു. ലോകത്തിൽ പല വഴികളുമുണ്ട്. എന്നാൽ സ്വർഗമാകുന്ന പട്ടണത്തിലേക്കുള്ള വഴി അറിയുമോ? ഇല്ലെങ്കിൽ അവൻ മൂഢന്മാരാണ്. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു. സഭാപ്രസംഗി 10:15. അങ്ങനെയുള്ളവർ ഭൂമിയിൽ എന്ത് പ്രയത്നിച്ചിട്ടും കാര്യമില്ല. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ അധ്വാനം വ്യർത്ഥമാണ്. സ്വർഗീയ കനാൻ എന്ന പട്ടണത്തിലേക്കുള്ള വഴി അറിയാമോ? ആ വഴി വചനം വ്യക്തമായി പ്രതിപാദിക്കുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആര് പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യോഹന്നാൻ 14:6. യേശുവാണ് വഴി. വേറെ വഴിയില്ല. ലോകത്തിലെ ഇമ്പമുള്ള വഴി നോക്കിപ്പോയാൽ എത്തുന്നത് തീപ്പൊയ്കയിലേക്കാണ്. അതിനാൽ രക്ഷകനായ യേശുവിനെ നോക്കി ആ വഴിയിൽ പോകുവാൻ ഇടയാകണം. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്. ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും. സദൃശവാക്യം 28:26. പലരും സ്വന്തം ബുദ്ധിയിലും കഴിവിലും ധനത്തിലും മനുഷ്യരിലും ആശ്രയിക്കുന്നു. യഹോവ പ്രവാചകനിലൂടെ ഇങ്ങനെ പറയുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇരമ്യാവ് 17:5-7 വാക്യങ്ങൾ. ജീവിത ഭാരങ്ങളിൽ, രോഗങ്ങളിൽ, ദുരിതങ്ങളിൽ, അനുഗ്രഹങ്ങളിൽ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്. അവൻ മൂഢനെന്ന് വചനം പറയുന്നു. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. 37-ാം സങ്കീർത്തനം 5-ാമത് വചനം. ധനവാനായ മനുഷ്യൻ്റെ വിളവ് വളരെ വർദ്ധിച്ചു. കഴിഞ്ഞുപോയ വർഷങ്ങളേക്കാൾ ഏറെ വിളവ് കിട്ടി. ഈ വിളവെല്ലാം പഴയ കളപ്പുരകൾ പൊളിച്ച് പുതിയ കളപ്പുരകൾ പണിത് സൂക്ഷിച്ചു വച്ച് ശേഷിച്ചു വരുന്ന ദിനങ്ങളിൽ ഞാൻ ആശ്വസിക്കുകയും തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും എന്ന് ധനവാൻ ഉള്ളത്തിൽ പറഞ്ഞു. രാത്രിയിൽ ഒരു ചോദ്യവുമായി ദൈവം കടന്നു വന്നു. മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ലൂക്കോസ് 12:20-21. ഈ ലോകത്തിൽ അനേകം ഹോട്ടലുകൾ, അനേകം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. എല്ലാം നമുക്ക് സന്തോഷം നൽകുന്നവ തന്നെ. എന്നാൽ ദൈവത്തെ മറന്നുള്ള ഒരു സന്തോഷത്തിലും നാം വഴുതി വീഴരുത്. ആത്മാവിനെക്കുറിച്ച് ചിന്ത വേണം. ലോക ഇമ്പങ്ങളിൽ മയങ്ങി വീണ് ദൈവത്തെ മറന്നു പോകുന്ന മൂഢന്മാരായി നാം മാറരുത്. പകരം വചനമാകുന്ന പാറയിൽ പണിയപ്പെട്ട നല്ല ഭവനങ്ങളായി മാറണം.
യേശു ഹൃദയത്തിൽ വസിക്കുന്നവരാണ് യഥാർത്ഥ സമ്പന്നന്മാർ. ഈ സമ്പത്ത് സ്വന്തമാക്കാം. കർത്താവിൻ്റെ വഴിയിൽ എന്നും നടന്ന് ഈ അമൂല്യനിധി നമുക്ക് സ്വന്തമാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com